തത്വമസി കാരളി മൂവീസ് ആൻഡ് സിറ്റി ചാനൽ വിജയതീരത്തേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും സ്വന്തം കഴിവും കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് വ്യക്തിമുദ്ര പതിപ്പിച്ച് തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ വിജയത്തിൻ്റെ തീരത്തെത്തി നിൽക്കുന്ന പ്രതിഭകളെ ആദരിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന മഹനീയമായ ഒരു സദസ്സാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ വിജയതീരത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. വിജയത്തിൻ്റെ ഈ യാത്രയിൽ നിങ്ങൾക്കുമുണ്ടാകും ഒരു കഥ പറയാൻ. പോരാട്ടത്തിൻ്റെ, നേട്ടത്തിൻ്റെ, അധ്വാനത്തിൻ്റെ, പ്രതീക്ഷയുടെ ഈ വിജയകഥകൾക്കൊപ്പം തത്വമസി കാരളി മൂവീസ് ആൻഡ് സിറ്റി ചാനൽ വിജയതീരത്തേക്ക് സിനിമ സീരിയൽ വ്യവസായ മേഖലയിൽ 33 വർഷത്തിലേറെ ആത്മാർത്ഥതയോടും സമർപ്പണത്തോടും പ്രവർത്തിച്ചു വരുന്ന, തൻ്റെ കഴിവും പ്രവർത്തന മികവും തെളിയിച്ച പരിചയസമ്പന്നനായ ഒരു കലാമേഖല പ്രവർത്തകൻ നമുക്ക് പരിചയപ്പെടാം. തത്വമസി കാരളി മൂവീസ് സിറ്റി ചാനൽ വിജയതീരത്തേക്ക് സിനിമ സീരിയൽ ഡയറക്ടർ ശ്രീ ശ്രീജിത്ത് പലേരി. അടുത്തതായി ഈ വിജയതീരത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു സിവിൽ എഞ്ചിനീയറാണ്. അതുപോലെ സ്വന്തമായി കൺസ്ട്രക്ഷൻ കമ്പനിയുണ്ട്. നല്ലൊരു കലാകാരനും കലാപ്രവർത്തകനുമാണ്. എത്ര വലിയ തിരക്കിനിടയിലും ഈ കലയെ പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരാളാണ്. 1988 മുതൽ ജയമാരുതി കലാസമിതിയിലൂടെയാണ് തൻ്റെ കലാപ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. നമുക്ക് സ്വാഗതം ചെയ്യാം ഈ വിജയതീരത്ത് എഞ്ചിനീയർ പവിത്രൻ. അടുത്തതായി ഈ വേദിയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നിയമരംഗത്തിലെ മികവും ആരോഗ്യമേഖലയിലെ കഴിവും ഏകോപിപ്പിച്ച് സമൂഹത്തിന് സേവനം ചെയ്യുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വമാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഈ വിജയതീരത്ത് അഡ്വക്കേറ്റ് പി പ്രഭാകരൻ. ഈ വിജയതീരത്ത് അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പെരിയയിൽ പെരിയ ഗ്രാമീണ നിധി ലിമിറ്റഡ് അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ ഹരികുമാർ ചേവിരി. സ്വാഗതം ചെയ്യാം ഈ വിജയതീരത്തേക്ക്. സിനിമ സീരിയൽ രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച തത്വമസിയുടെ സ്വന്തം കലാകാരി കലാഭവൻ നന്ദന. അടുത്തതായി ഈ വേദിയിൽ പരിചയപ്പെടുത്തുന്നത് സാങ്കേതിക മികവും ഭരണപരമായ കഴിവും കഠിനാധ്വാനവും സമന്വയിച്ച് രാജ്യസേവനത്തിന് സമർപ്പിച്ച ഒരു അതുല്യ വ്യക്തിത്വമാണ്. ഇന്ത്യൻ നേവൽ ആർമമെൻറ്റ് സർവീസിൽ ദീർഘകാലത്തെ സേവനത്തിന് ശേഷം ഈ വിജയതീരത്തേക്ക് എത്തിയിരിക്കുന്നു ശ്രീ പ്രകാശ് എടച്ചേരി. സ്വാഗതം ചെയ്യാം. ആരോഗ്യ മേഖലയിലും സിനിമാ മേഖലയിലും സ്വന്തമായി വ്യക്തിമുദ്ര പതിപ്പിച്ച തത്വമസി കാരളീസിൻ്റെ സ്വന്തം ഡോക്ടർ വൃന്ദ വിവേക്. സംരംഭകത്വവും ആത്മവിശ്വാസവും കൈമുതലാക്കി തൻ്റെ കഠിന പ്രയത്നത്തിലൂടെ തൻ്റേതായ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത മാവുങ്കാൽ സുരഭി ഹാർഡ്വെയർസ് മാനേജിംഗ് പാർട്ട്ണർ ശ്രീ സുരഭി ബാലകൃഷ്ണനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
അപ്പോൾ നമുക്ക് സിനിമ സീരിയൽ മേഖലയിലേക്ക് ആദ്യം തന്നെ പോവാം. എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ സിനിമ കാണൽ, സീരിയൽ കാണൽ. അപ്പോൾ നിരവധി സീരിയലുകൾ, അതായത് ഏഷ്യാനെറ്റ്, മഴവിൽ മനോരമ, കൈരളി ടി വി, സൂര്യ ടി വി, ദൂരദർശൻ, സി കേരളം തുടങ്ങിയ നിരവധി സീരിയലുകൾ, അതുപോലെ തന്നെ സിനിമകൾ ഇത്രയും ഡയറക്റ്റ് ചെയ്ത ഒരു മഹത് വ്യക്തിത്വമാണ് ശ്രീജിത്ത് പലേരി. കൂടാതെ 2005 കേരള ഗവൺമെൻറ്റിൻ്റെ ഡയറക്ടർ അവാർഡ് ജേതാവാണ്. അതുപോലെ തന്നെ ഈ 2026 24th ഫ്രെയിം ശാന്താദേവി പുരസ്കാരം ഫോർ ബെസ്റ്റ് ഡയറക്ടർ കരസ്ഥമാക്കിയ ഒരു വ്യക്തിത്വമാണ്. ഈ വിജയത്തിൻ്റെ രഹസ്യം നമുക്ക് സാറോട് തന്നെ ചോദിക്കാം. സാർ പ്ലീസ്. നമസ്കാരം. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. സിറ്റി ചാനലും തത്വമസിയും ഒപ്പം ചേർന്ന് നടക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. തത്വമസിയുടെ വൈവിധ്യങ്ങളാർന്ന പരിപാടികളിൽ കഴിഞ്ഞ കാലങ്ങളിലും പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പേര് സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിജയ തീരത്തെത്തിയവർ എന്നുള്ളതാണ്. എൻ്റെ ഒരഭിപ്രായത്തിൽ ഞാനിപ്പോഴും വിജയതീരത്തിൻ്റെ തുടക്കത്തിൽ വെള്ളത്തിലേക്ക് ചാടി തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വിജയതീരത്തെത്താനുള്ള വലിയ വെപ്രാളത്തിൽ സഞ്ചരിക്കുന്ന ഒരാളെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എൻ്റെ SLC പ്രീ ഡിഗ്രി കാലഘട്ടത്തിലാണ് ഞാൻ ഈ കലാരംഗത്തേക്ക് കടന്നു വരുന്നത്. ആദ്യമായിട്ട് ഒരു അഭിനയ രംഗത്താണ് ഞാൻ കടന്നു വന്നത്. 6ാം ക്ലാസ് പഠിക്കുമ്പോൾ ജി ശങ്കരക്കുറുപ്പിൻ്റെ ഒരു കൂട്ടം ഉറുമ്പുകൾ എന്ന് പറയുന്ന ഒരു നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് കലാരംഗത്തെ പ്രവർത്തനം തുടക്കമിട്ടത്. ചെറുപ്പത്തിൽ അച്ഛൻ കാണിക്കുന്ന സിനിമകൾ, ചെറുവത്തൂർ പാക്കനാറിലാണ് എൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ തുടക്കമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അന്ന് വളരെ കുറച്ച് രീതിയിൽ, അതായത് സൈക്കിളിലൊക്കെ അച്ഛൻ രാത്രി സെക്കൻഡ് ഷോ ഒക്കെ പോയി സിനിമ കണ്ട് വളർന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു SLC ഒക്കെ കഴിഞ്ഞപ്പോൾ സിനിമ അഭിനയത്തിൽ, നാടകത്തിൽ അതിനു മുമ്പ് സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. സിനിമയിലേക്ക് വരണമെന്നുള്ള ആഗ്രഹത്തിൽ അഭിനയ രംഗത്തായിരുന്നു ആദ്യം താല്പര്യം. അന്ന് ഇതുപോലെ നമുക്ക് ബന്ധപ്പെടാൻ, ഇന്നിപ്പോൾ ഒരു ഫോൺ കോളിലോ അല്ലെങ്കിൽ ഒരു വാട്സപ്പിലോ ആരെയും ബന്ധപ്പെടാവുന്ന ഒരു കാലത്ത് നിന്ന് വ്യത്യസ്തമായി ഉള്ളൊരു കാലമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ആ ഒരു തലമുറയുടെ തുടക്ക കാലം. അന്ന് പത്രങ്ങളിൽ വരുന്ന പുതുമുഖങ്ങളെ ആവശ്യമുണ്ട് എന്നൊക്കെയുള്ള കട്ടിങ്ങുകൾ ചുമ്മാ എടുത്ത് അതിൽ അപേക്ഷകളൊക്കെ അയച്ച് പോയിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്കിന്ന് വളരെ സന്തോഷം, എൻ്റെ സഹോദരനാണ് പ്രഭാരേട്ടൻ കൂടി കണക്ട് ചെയ്ത ഒരു അനുഭവം തുടക്കത്തിൽ, അത് ഇന്ന് പല സിനിമക്കാർക്കും ഇല്ലാത്തൊരു അനുഭവം പറയാം. SLC കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അപേക്ഷ അയച്ച് തിരുവനന്തപുരത്ത് ഒരു സിനിമയുടെ, ഇന്നത്തെ പോലെ ഓഡിയേഷനൊന്നും അന്നില്ല, അന്ന് പോയി ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക, അഭിനയിക്കാനുള്ള ചാൻസ്, ഓഡിയേഷൻ ഇന്നത്തെ വിപുലമായ ഓഡിയേഷനല്ല, അപ്പോൾ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള അവസരങ്ങളില്ല. അപ്പോൾ കത്തുകൾ മുഖാന്തരമാണ് അത് സംഭവിക്കുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു ഫിലിമിൻ്റെ, എൻ്റെ പേരുകളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, പടിഞ്ഞാറേക്കോട്ടയിലുള്ള ഒരു സ്ഥാപനത്തിൽ പോവുകയും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുകയും സെലക്ഷൻ കിട്ടിയെന്ന് പറയുകയും കുറച്ച് തുക ആവശ്യപ്പെടുകയും ചെയ്തു. അന്നത്തെ അവസ്ഥയിൽ ഒരു സെലക്ഷൻ കിട്ടിയെന്ന് തന്നെയാണ് പ്രാധാന്യം കൊടുത്തത്. തുക ഉണ്ടായിട്ടല്ല, വളരെ കഷ്ടപ്പെട്ട ഒരവസ്ഥയിലൂടെ സഞ്ചരിക്കുന്ന കാലമായിരുന്നു എൻ്റെ കുടുംബം. അപ്പോൾ എങ്കിലും അഭിനയത്തിലെ താല്പര്യം കൊണ്ട് ആ തുക അവിടെ കൊടുക്കുകയുണ്ടായി. പക്ഷേ പിന്നീട് ആ പടത്തിൽ അവസരം കിട്ടിയില്ല. അങ്ങനെ അന്ന് പ്രഭാരേട്ടൻ നമ്മുടെ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വക്കീൽ എന്ന രീതിയിൽ ബന്ധപ്പെടുന്ന ഒരാളും തിരുവനന്തപുരത്തെ ബന്ധപ്പെടുന്ന ആളും ആയതുകൊണ്ട് അമ്മ പ്രഭാരേട്ടനെ വിളിച്ച് ഈ വിഷയം പറഞ്ഞു. അങ്ങനെ ഞാനും പ്രഭാരേട്ടനും ആ ഓഫീസിൽ പോവുകയും ആ വിഷയത്തിൽ ഇടപെടുകയൊക്കെ ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നും അതുപോലെ തട്ടിപ്പുകളും വെട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട്. അവസരങ്ങൾ കിട്ടുക എന്നുള്ളത് ഇന്ന് കുറേയും കൂടെ എളുപ്പമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഒരു മൊബൈൽ ഫോണിൽ പോലും സിനിമ എടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സംഭവിക്കുന്നത്. പിന്നെ ഈ ജീവിത വഴികളിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് തുടർന്ന് ഞാൻ അവിടെ കേരള ഫിലിം അക്കാദമി എന്ന് പറയുന്ന ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംവിധാന മേഖലയിലേക്ക് കടക്കുകയായിരുന്നു. കാരണം ഞാൻ ആ സമയത്ത് അവിടെ എഡിറ്ററായിട്ടുള്ള ഷാജിയൻ കരുൺ സാറിൻ്റെ എഡിറ്ററായിട്ടുള്ള പി രാമൻ നായർ എന്ന് പറയുന്ന ഒരു എഡിറ്ററുണ്ടായിരുന്നു. അദ്ദേഹം, ഞാൻ അവിടെ മൂകാംബിക ലോഡ്ജ് എന്ന് പറയുന്ന പിന്നെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുമ്പുള്ള ഒരു ലോഡ്ജ്, അന്ന് വളരെ ചെറിയ വാടകയായിരുന്നു, 50 രൂപ എന്തോ ആയിരുന്നു. അവിടെ ഇങ്ങനെ സിനിമാമോഹമായിട്ട് തന്നെ കുറച്ചു കാലം തങ്ങുന്ന സമയത്താണ് രാമൻ സാറിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിനോട് ചിത്രാഞ്ജലിയിലും അവിടെ ഇവിടെയൊക്കെ പല വർക്കുകളുടെയും എഡിറ്റിങ്ങിൽ പങ്കെടുത്ത് അങ്ങനെ ആണ് സംവിധാന മേഖലയിലേക്ക് ഒരു താല്പര്യം വന്നത്. അപ്പോൾ അവിടെ നാഗവള്ളി RS കുറുപ്പ് സാറിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു, കേരള ഫിലിം അക്കാദമി, മണക്കാട്. അങ്ങനെ സംവിധാനം പൂർണ്ണമായിട്ട് ഫുൾ ടൈം അവിടെ നിന്നിട്ടല്ല, കുറച്ച് പോസ്റ്ററിലും പിന്നീട് അവിടെ പ്രാക്ടിക്കൽ കോഴ്സിനും അവിടെ പോയിട്ടാണ് സിനിമ മേഖലയുടെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം നിരവധിയായിട്ടുള്ള സംവിധായകരുടെ കൂടെ പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടി. 1993 ദൂരദർശൻ്റെ ഹംസഗീതം എന്ന് പറയുന്ന 15 മിനിറ്റ് ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് സംവിധാന രംഗത്തേക്ക് കടന്നു വരുന്നത്.
തുടർന്ന് അന്ന് സീരിയലുകളുടെ തുടക്കം എന്ന് പറയുന്നത് 13 എപ്പിസോഡ് സീരിയലുകളാണ് ആ കാലഘട്ടത്തിൽ. ദൂരദർശൻ മാത്രമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ദൂരദർശൻ്റെ ഏകദേശം 6ഓളം സീരിയലുകളുടെ സഹസംവിധാനമായിട്ട് ആ കാലഘട്ടത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. 2000-ൻ്റെ തുടക്കത്തിലാണ് മെഗാ സീരിയലുകൾ ഏഷ്യാനെറ്റ് പോലെ ചാനലുകൾ ആരംഭിക്കുകയും ഏഷ്യാനെറ്റിലൊക്കെ ആദ്യം 6 എപ്പിസോഡും പിന്നീടത് 52 എപ്പിസോഡ്, പിന്നീട് ഇന്ന് കാണുന്ന അൺലിമിറ്റഡ് സീരിയലിലേക്കും മാറി വന്നത്. അപ്പോൾ 2000-ൻ്റെ തുടക്കത്തിലാണ് മെഗാ സീരിയലുകൾ ആരംഭിക്കുന്നത്. ദൂരദർശനിൽ ഉച്ചയ്ക്ക് മോഹനം എന്ന് പറയുന്നൊരു സീരിയൽ 2:30 മണി മുതലായിരുന്നു സീരിയൽ കാലം. ആ സീരിയൽ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. തുടർന്ന് അവിടെ നിങ്ങോളം ഏകദേശം 18ഓളം മെഗാ സീരിയലുകൾ സംവിധാനം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 13 എപ്പിസോഡ് സീരിയലുകൾ നിരവധി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 2 സിനിമകളാണ് ചെയ്തത് കലാഭവൻ മണിയെ വെച്ചിട്ട്. MLA മണി, 10ാം ക്ലാസ്സും കുസ്തിയും, പ്രിയപ്പെട്ട നാട്ടുകാരെ എന്നിവയാണ് സ്വതന്ത്ര സംവിധായകനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. സഹസംവിധാനമായിട്ട് 8ഓളം സിനിമകൾ പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ അവസാനം ചെയ്തത് സൂര്യ TV-യിൽ ചെയ്ത മാംഗല്യം തന്തുനാനേന എന്ന് പറയുന്ന പരമ്പരയാണ്. ഒരു ഭാഗ്യമുണ്ടായത് മലയാളത്തിലെ എല്ലാ ചാനലുകളിലും ഫ്ലവേഴ്സ് ഒഴികെ സീരിയലുകൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. സാർ, ഒരു സംശയം. സാർ കുട്ടിക്കാലം മുതൽ തന്നെ സിനിമ സീരിയൽ രംഗത്തേക്ക് വന്നു പറഞ്ഞല്ലോ. പിന്നെ സാർ കൂടുതൽ സീരിയലാണ് ചെയ്തത്. സാറിപ്പോൾ പുതുതായിട്ട് സിനിമ വല്ലതും എടുക്കാൻ ഉദ്ദേശമുണ്ടോ? ആദ്യമായിട്ട് സാർ ചെയ്ത സിനിമ ഏതാ? ആദ്യമായിട്ട് സംവിധാന രംഗത്ത് പ്രവർത്തിച്ച സിനിമ കുറ്റപത്രം എന്ന് പറയുന്നൊരു സിനിമയായിരുന്നു. അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് സ്വന്തമായിട്ട് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമ കലാഭവൻ മണി, ജഗതി തുടങ്ങിയ ബാല തുടങ്ങിയ താരങ്ങൾ വെച്ച് ചെയ്ത പ്രിയപ്പെട്ട നാട്ടുകാരെ എന്ന് പറയുന്ന സിനിമയാണ്. സിനിമ പുതിയൊരു സിനിമയുടെ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാലോ, സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തിയാൽ മാത്രമേ നമ്മൾ സിനിമ എന്ന പോയിൻറ്റിനെ കുറിച്ച് വെളിപ്പെടുത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ വിശദവിവരങ്ങൾ അടുത്ത മാസത്തോടു കൂടി പറയാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു ശ്രീജിത്ത് സാർ. ഒരുപാട് കാര്യങ്ങൾ സാറിൽ നിന്ന് നമുക്കറിയാൻ പറ്റി. പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. സാറിൻ്റെ മാംഗല്യം തന്തുനാനേന എന്ന സീരിയലിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് സീരിയൽ രംഗത്തേക്ക് വന്നത്. സാറിൻ്റെ പ്രിയപ്പെട്ട ഡയറക്ടറും കൂടിയാണ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അടുത്തതായി നമ്മൾക്ക് ഇന്ത്യൻ നേവൽ ആർമമെൻറ്റ് സർവീസ് വളരെ വിരളമായിട്ടായിരിക്കും കേട്ടത് എന്ന് എനിക്ക് തോന്നുന്നു. രാജ്യസേവനത്തിന് തൻ്റെ ജീവിതം 27 വർഷക്കാലം രാജ്യസേവനത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തിത്വമാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് പ്രകാശ സാറിൽ നിന്നറിയാം. ലെവൽ 14 റാങ്കിൽ വരെ ജോലി ചെയ്ത ഒരാളാണ്. അതുപോലെ തന്നെ പോതിയും ഞാനും എന്നുള്ള ഒരു ബുക്ക് കൂടി അദ്ദേഹം രചിച്ചിട്ടുണ്ട്. സ്വന്തം ജീവിതകഥ, ആ ജോലി കിട്ടുന്നത് വരെയുള്ള ജീവിതാനുഭവങ്ങൾ ആ ബുക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് സാറിൽ നിന്ന് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. സാർ, ഞാൻ 1982 എയർഫോഴ്സിൽ ജോയിൻ ചെയ്തു. പൊതുവേ എൻ്റെ വീട്ടിലെ ആദ്യത്തെ ഡിഗ്രിക്കാരൻ ഞാനായിരുന്നു. ഡിഗ്രി ഞാൻ പയ്യന്നൂർ കോളേജിൽ അന്ന് PDC എന്നാണ് പറയുക, PDC വരെ പഠിച്ചുള്ളൂ. വീട്ടിലെ വിഷമങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് ഞാൻ എയർഫോഴ്സിൽ കയറി. എയർഫോഴ്സിൽ നിന്ന് സ്വന്തമായി പ്രൈവറ്റായി ഡിഗ്രി പഠിച്ചു. AMI എന്ന് പറയും, അതാണ് എൻജിനീയറിംഗ് തത്തുല്യമായ ഡിഗ്രി. അതിനുശേഷം MBA പഠിച്ചു. 1997 ഇന്ത്യൻ നേവൽ ആർമമെൻറ്റ് സർവീസിൽ, അതൊരു എൻജിനീയറിംഗ് സർവീസ് കാഡറാണ്. ഈ INAS കാഡറിൽ UPSC ക്ലിയർ ചെയ്ത് ഞാൻ NAD നേവൽ ആർമമെൻറ്റ് ഡിപ്പോ എന്ന നേവിയുടെ പല ഭാഗങ്ങളിലുള്ള ഡിപ്പോയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ NAD വിശാഖപട്ടണത്താണ് ജോയിൻ ചെയ്തത്. 2 കൊല്ലത്തെ പ്രൊബേഷന് ശേഷം ബാക്കി പല സ്ഥലങ്ങളിലും ജോലി ചെയ്ത് അവസാനം NAD ഗോവ എന്ന സ്ഥാപനത്തിൽ നിന്ന് 2024 മെയ്യിൽ റിട്ടയർ ചെയ്തു. ഇപ്പോൾ വീട്ടിൽ സ്വസ്ഥ ജീവിതം നയിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്,
ഞാൻ ഏതൊരു കുട്ടിക്കും ഇന്നിപ്പോൾ ചെറിയൊരു മൊബൈൽ കിട്ടിയില്ലെങ്കിൽ ആ കുട്ടിക്ക് വിഷമിച്ചിട്ട് അവർ ആത്മഹത്യാ പ്രവണത കാണിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കഴിയുന്നതും ചെറുപ്പത്തിൽ തന്നെ ഒരു ലക്ഷ്യം ഉണ്ടാക്കുക. ആ ലക്ഷ്യം അത് നിങ്ങൾക്ക് എത്ര തന്നെ പാവപ്പെട്ട കുടുംബത്തിലായാലും വിഷമമുള്ള കുടുംബത്തിലായാലും തിരക്കേടില്ല. നിങ്ങളൊരു ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വളരെ ഈസിയായി പറ്റുന്ന ഒരു മാർഗമാണ് ഞാൻ ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ ഇത് എൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ്. ഇത് എൻ്റെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ഫീച്ചറുണ്ട് ഇതിൽ. സാറിൻ്റെ സർവീസ് ജീവിതത്തിനകത്ത് മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടായിരുന്നോ സാർ? ഈ 42 വർഷത്തെ സർവീസ് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നേവിയുടെ ഒരു വലിയ വലിയ ഇറക്കുമതികളും എല്ലാം നടക്കാറുണ്ട്. അപ്പോൾ നമ്മളാണ് പ്രൈസ് നെഗോസിയേഷൻ മീറ്റിങ്ങിനൊക്കെ പോവാറ് ഡൽഹിയിൽ. അപ്പോൾ ഒരു പ്രൈസ് നെഗോസിയേഷൻ മീറ്റിങ്ങിൽ റഷ്യക്കാരോടൊക്കെ സംസാരിച്ച് അവർ പറഞ്ഞ പൈസയുടെ വളരെ കുറവ് പൈസക്ക് നമ്മൾ സാധനം മേടിച്ചിട്ടുണ്ട്. ഏകദേശം 30% കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ ജീവിതത്തിൽ വലിയൊരു കാര്യമായി തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ക്ലാസ് 1 ഓഫീസറിന് ജീവിതം മുഴുവൻ കിട്ടല് സർവീസിന് ഏകദേശം 5 കോടി രൂപയാണെന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഒരൊറ്റ മീറ്റിങ്ങിൽ ഒരു പ്രൈസ് നെഗോസിയേഷനിൽ ചിലപ്പോൾ 30-40 കോടി രൂപ നമ്മൾ ലാഭിക്കുന്നുണ്ട്. അത് ഓരോ IAS അതിലുണ്ട്, IPS അതിൽ. അങ്ങനെയുള്ള ഓരോ വ്യക്തികളും അവർ ചെയ്യുന്ന ജോലിയുടെ നിന്ന് കിട്ടുന്ന ലാഭം എങ്ങനെയാണെന്ന് വെച്ച് ഇതാണ്. അവർക്ക് ഒരു 5 കോടി രൂപ ഫുൾ ജീവിതത്തിൽ കൊടുക്കുന്നതിൽ ഒരു നഷ്ടമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ കൂടുതൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ യുവാക്കളോടാണ്. നിങ്ങൾ ഒരു ലക്ഷ്യം വെക്കുക. ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഈ പുസ്തകത്തിൽ ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. വളരെ വിഷമിച്ച ഒരു ചുറ്റുപാടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ എന്താണ് UPSC എന്നോ എന്താണ് സിവിൽ സർവീസെന്നോ അല്ലെങ്കിൽ എന്താണ് എഞ്ചിനീയറിംഗ് സർവീസെന്നോ എന്ന് എനിക്ക് തീരെ അറിയില്ലായിരുന്നു. ഒരു LIC ഓഫീസറാണ് എനിക്ക് ആദ്യമായിട്ട് പറയുന്നത് UPSC എന്താണെന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ അന്ന് ഞാൻ UPSC അല്ല, ഒരു പ്യൂണായി പിന്നെ ജോലി കിട്ടുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ അവസാനം ഞാൻ UPSC വരെ എത്തി. അപ്പോൾ 1997 ആ UPSCയിലേക്കൂടെ എങ്ങനെ ഇന്ത്യൻ നേവൽ ആർമമെൻറ്റ് സർവീസിൽ എനിക്ക് കിട്ടി എന്ന് ഞാൻ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ ഒരു യുവാവ് എൻ്റെ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ വളരെ ക്ലിയറായിട്ട് അവർ മനസ്സിലാവും എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകേണ്ടത്. അതിൽ ഞാൻ എല്ലാം വളരെ ക്ലിയറായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ യുവത്വത്തിൽ ചില ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മൾ ഒരു ലേശം മദ്യം കഴിക്കാവോ, ഒരു ലേശം വേറെ എന്തെങ്കിലും ചെയ്യാവോ, ഇതിനൊക്കെ വ്യക്തമായ ഉത്തരം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യാം, എന്ത് ചെയ്തുകൂടാ, നമ്മളൊരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ എന്ന് വളരെ ക്ലിയറായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും അതിൻ്റെ മർമ്മപ്രദമായ കാര്യങ്ങൾ, അതായത് മനനം ചെയ്ത് വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അവൻ ആ പുസ്തകം വായിക്കാൻ ഉപയോഗിച്ച സമയം നഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്ക് യു. അടുത്തതായി ഡോക്ടർ വൃന്ദ വിവേകിനോടാണ്. താങ്ക് യു. ഡോക്ടർ എങ്ങനെയാണ് ഈ സിനിമാ മേഖലയിൽ എത്തിയതെന്ന് വിശദീകരിക്കാമോ? അതിനു മുമ്പ് തത്വമസി കൈരളി മൂവീസും സിറ്റി ചാനലും ചേർന്ന് അവതരിപ്പിക്കുന്ന ഈ വിജയതീരത്തേക്കുള്ള യാത്രയിൽ എന്നെ കൂടി കൂട്ടിയതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഞാൻ കലാപരമായിട്ടുള്ള താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ പാട്ടും ഡാൻസും ഒക്കെ കുട്ടിക്കാലത്ത് തന്നെ പഠിച്ചിരുന്നു. പക്ഷേ എങ്ങനെയെങ്കിലും സിനിമയിൽ എത്തുക എന്നുള്ളൊരു ആഗ്രഹം എന്തുകൊണ്ടോ അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷേ സിനിമകൾ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരെയും സ്വാധീനിക്കുന്ന പോലെ അത് ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും നമ്മൾ ചില കഥാപാത്രങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്ന രീതിയിലൊക്കെ അതിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. എന്നിരുന്നാലും
ഞാൻ ഡബ് സ്മാഷും ടിക്ടോക്കും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഡബ് സ്മാഷ് ഈ നമ്മുടെ ചുണ്ട് ഒരു സിനിമ ഡയലോഗിനനുസരിച്ച് ചുണ്ടനക്കുന്നതിൽ ആദ്യമായിട്ട് വന്നൊരു ആപ്ലിക്കേഷനായിരുന്നു ഡബ് സ്മാഷ്. അപ്പോൾ ഞാൻ എൻ്റെ ക്ലിനിക്കിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ്സ് ചെയ്തിരുന്നു. അതിൽ ഒരു ഡബ് സ്മാഷ് വളരെയധികം ആൾക്കാരിലേക്ക് എത്തി. അപ്പോൾ അത് ഒരു ഡയറക്ടർ കാണുകയും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ള നിലയിലൊരു മെസ്സേജ് എനിക്ക് അയക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ആ ഒരു ഓഡീഷനിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ മൂവി, ഉപചാരപൂർവ്വം ഗുണ്ടജയൻ. അതിനുശേഷം വരയൻ എന്ന സിനിമ ചെയ്തു. പിന്നീട് അവിഹിതം എന്ന സിനിമയാണ് നമ്മുടെ നാഷണൽ അവാർഡ് വിന്നറായിട്ടുള്ള സെന്ന ഹെഗ്ഡെ സംവിധാനം ചെയ്ത അവിഹിതം എന്ന സിനിമയിലെ നിർമ്മലേച്ചി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് എന്നെ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അതിനുശേഷം ഇപ്പോൾ 5ഓളം സിനിമകൾ ഇനി വരാനിരിക്കുന്നു. ഹായ് മാം, നമസ്കാരം. പിന്നെ മാമിന് നല്ലൊരു ജോലിയാണല്ലോ ഡോക്ടർ ജോലി. അപ്പോൾ ഈ ജോലിയും അതോടൊപ്പം അഭിനയവും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ മാമിന്? അതെ, ഞാനിപ്പോഴും ഒരു പുതുമുഖം എന്നുള്ള നിലയിൽ തന്നെയാണ് സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഞാൻ ഡെൻ്റൽ സർജനാണ്. ഡെൻറ്റിസ്ട്രി ഞാൻ തൽക്കാലം മാറ്റി വെച്ചിരിക്കുകയാണ്. മുഴുവൻ സമയവും അഭിനയത്തിന് വേണ്ടി വിനിയോഗിക്കണം എന്നുള്ള ആഗ്രഹമാണ് ഇപ്പോൾ ഉള്ളത്. താങ്ക് യു ഡോക്ടർ. അടുത്തതായി നിയമരംഗത്തെ മികവിനൊപ്പം ആരോഗ്യരംഗത്തും തൻ്റെ പ്രവർത്തന മികവ് പ്രകടിപ്പിച്ച അഡ്വക്കേറ്റ് പി പ്രഭാകരൻ സാറാണ്. സാർ എങ്ങനെയാണ് ഈ നിയമരംഗവും അതുപോലെ തന്നെ ആരോഗ്യ പരിപാലനം ഇത് എങ്ങനെയാണ് സാറ് ഏകോപിപ്പിച്ചു പോകുന്നത്? ഇങ്ങനെയൊരു വേദിയിൽ അതും എൻ്റെ ഇളയ സഹോദരനോടൊപ്പം പങ്കെടുക്കാൻ സാധിച്ചതിൽ ആദ്യമായി സന്തോഷമറിയിക്കുകയാണ്. ശ്രീജിത്തിൻ്റെ വിജയരഹസ്യം മനസ്സിലാക്കിയപ്പോൾ തന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നേരത്തെ ചന്ദ്രൻ സാർ പറഞ്ഞതുപോലെ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ആ ഗോളിലേക്ക് നമ്മൾ എത്തിപ്പെടും എന്നുള്ളത് ശ്രീജിത്തിൻ്റെ ജീവിതം കൊണ്ട് തന്നെ കാണാൻ സാധിക്കും. വളരെ ചെറിയ കാലം മുതൽ സിനിമ തന്നെ അല്ലെങ്കിൽ സിനിമ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് സഞ്ചരിച്ചൊരു വ്യക്തിയാണ് ശ്രീജിത്ത് എന്നാണ് എനിക്ക് കണ്ടറിയാൻ സാധിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ലക്ഷ്യവുമില്ലാതെ വളർന്നു വന്നവനാണ് എന്ന് പറയാൻ പോലും സാധിക്കും എന്ന് തോന്നുന്നു. ചെറിയ കാലഘട്ടത്തിൽ UP സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു പട്ടാളക്കാരനാകണം എന്നാണ് ആഗ്രഹമുണ്ടായിരുന്നത്, സാധാരണ കുട്ടികളൊക്കെ പോലെ. പിന്നെ കോളേജ് തലത്തിലെത്തിയപ്പോൾ ഒരു കായിക അധ്യാപകനാകണം എന്നുള്ള ആഗ്രഹമാണ് ഉണ്ടായിരുന്നത്. കാരണം സ്പോർട്സ് രംഗത്ത് ഞാൻ കുറച്ച് പ്രവർത്തിക്കുകയും യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് എത്താനും സാധിച്ച ഒരു കാലഘട്ടത്തിൽ കായികാധ്യാപകൻ ആകണമെന്നാണ് ചിന്തിച്ചിരുന്നത്. പക്ഷേ ഡിഗ്രി കഴിഞ്ഞതോടുകൂടി ഞങ്ങൾ 2-3 കൂട്ടുകാർ ഒരുമിച്ച് LLBക്ക് ചേരണം, നിയമപഠനം നടത്തണം, നമുക്ക് എല്ലാവർക്കും 3 പേർക്കും ഒരുമിച്ച് അഭിഭാഷകരാകണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയതിൻ്റെ ഭാഗമായാണ് LLB ചെയ്ത് അഭിഭാഷകനായി എൻറോൾ ചെയ്ത് പ്രാക്ടീസ് ആരംഭിച്ചത്. പിന്നീട് വളരെ അവിചാരിതമായാണ് ആരോഗ്യമേഖലയുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യമുണ്ടായത്. കുറച്ച് രാഷ്ട്രീയമൊക്കെയായി വക്കീൽ ജോലി ചെയ്തു വരികെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇല്ലെങ്കിൽ ഒരു ദിവസം എന്നെ ഒരു ഹോസ്പിറ്റൽ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു. അതെൻ്റെ ഒരു ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻ്റായി കാണുകയാണ്. അതോടുകൂടി ആ സംഘം ഏറ്റെടുത്ത് ആ സംഘത്തിൻ്റെ കീഴിൽ വളരെ ഒരു ക്ലിനിക്ക് മാത്രം ഉണ്ടായിരുന്നൊരു സംഘത്തിൻ്റെ കീഴിൽ ഞങ്ങളുടെ ഒരു കഠിനാധ്വാനത്തോടുകൂടി ഒരു 2 വർഷത്തെ കൊണ്ട് ഒരു 50 ബെഡുള്ള ഒരു ആശുപത്രി ഉണ്ടാക്കിയെടുക്കുവാനും അത് നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോകാനും സാധിച്ചതാണ് ഒരു വഴിത്തിരിവായി വന്നത്. മറ്റൊരു വഴിത്തിരിവ്, നമ്മൾ സാധാരണഗതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിചാരിതമായി അഗസ്ത്യ മഹർഷിയുടെ കുറേ റെവലേഷൻസൊക്കെ മനസ്സിലാക്കാനും കേൾക്കാനും ഇടയായി. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെയ്തു തീർക്കാനുള്ളത് മാനവ സേവയാണ് എന്നുള്ളതാണ്.
മാധവ സേവയേക്കാൾ മാനവ സേവക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. മാനവ സേവ തന്നെയാണ് മാധവ സേവ എന്നുള്ള ഒരു ഉപദേശം അത് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കിടയാക്കി. അതുകൊണ്ട് സഹകരണ സംഘത്തിൻ്റെ ഉത്തരവാദിത്വം മാറിയതിനു ശേഷം സ്വന്തമായി ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി. ഞങ്ങൾ കുറച്ച് പേര് കൂടി ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി. ആ ട്രസ്റ്റിൻ്റെ കീഴിൽ ഒരു ആശുപത്രി ആ സമയത്ത് ഏറ്റവും പിന്നോക്ക ജില്ലയായിരുന്ന കാസർഗോഡ് വന്ന് ആരംഭിക്കുകയും പിന്നീട് ഇപ്പോൾ നടത്തി വരുന്ന ദീപാന്വേഷണം കഴിഞ്ഞ് 25 വർഷമായി നടത്തി വരികയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ രാജീവ് ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സൊസൈറ്റി എന്നുള്ള പേരിലൊരു സഹകരണ സംഘം രൂപീകരിച്ച് കാസർഗോഡ് ജില്ലയിൽ 4 നീതി ഔട്ട്ലെറ്റുകൾ, അതായത് 10%, 15% വരെ ആളുകൾക്ക് സബ്സിഡി കൊടുത്തുകൊണ്ട് നടത്തുന്നൊരു സംഘം രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു. അത് ഇന്ന് സംസ്ഥാനത്തെ നീതി മെഡിക്കൽ രംഗത്തുള്ള ഏറ്റവും കൂടുതൽ സെയിൽസുള്ള സംഘമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. 2023 അതിന് സംസ്ഥാന അവാർഡും ആ സംഘത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാർ ഒരു സംശയം ചോദിച്ചോട്ടെ. സാർ ഈ അഭിഭാഷക ജീവിതം വിട്ടിട്ട് ആരോഗ്യ മേഖലയ്ക്ക് വരാനുള്ള കാരണം എന്താണ് സാർ? അതിൻ്റെ കാരണമാണ് ഞാൻ ഓൾറെഡി വ്യക്തമാക്കി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിയമമേഖലയിൽ ജോലി ചെയ്തുകൊണ്ടുവരികയെ അവിചാരിതമായി ഒരു സഹകരണ സംഘത്തിൻ്റെ ഹോസ്പിറ്റൽ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റായി എന്നെ നോമിനേറ്റ് ചെയ്തു. ഞാൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൻ്റെ ഭാഗമായി ആരോഗ്യമേഖലയുമായി കൂടുതൽ ബന്ധപ്പെടുകയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാനവ സേവയാണ് മാധവ സേവ എന്നുള്ള ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏറ്റവും ജനങ്ങൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് ആരോഗ്യ പരിരക്ഷയാണ്. ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ കൃത്യമായ ചികിത്സ കിട്ടുക എന്നുള്ളതാണ് അവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ ഏറ്റവും നല്ല വഴി എന്നുള്ളത് കൊണ്ട് തന്നെ മാനവ സേവയുടെ ഏറ്റവും ഉദാത്തമായ മാർഗമാണ് ആരോഗ്യമേഖല എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ 2 മേഖലയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള തീരുമാനമെടുക്കുകയും അത് നടപ്പിലാക്കി വരികയും ചെയ്യുന്നത്. ഇന്നിപ്പോൾ അലോപ്പതി മെഡിക്കൽ രംഗത്ത് കൂടാതെ ഇപ്പോൾ ഒരു ആയുർവേദ മെഡിക്കൽ സെൻറ്റർ, ആയുർവേദ നാച്ചുറോപ്പതി യോഗ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വെൽനസ് സെൻറ്റർ അടുത്ത ദിവസം തന്നെ ഈ 31-ന് ആരംഭിക്കുകയാണ് അന്നൂരിൽ. നിങ്ങളേവരുടെയും സഹകരണം കൂടി ഈ അവസരം അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. താങ്ക് യു സർ. അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ബിസിനസ്മാനെയാണ്. സ്വന്തം കഠിനാധ്വാനം കൊണ്ട് മാത്രം ബിസിനസ്സിൽ വിജയിച്ച ഒരു അപൂർവ വ്യക്തിത്വമാണ് ശ്രീ സുരഭി ബാലകൃഷ്ണൻ. ബാലകൃഷ്ണ സാറിൻ്റെ ബിസിനസ് ജീവിതം നമ്മളൊക്കെ മാതൃകയാക്കേണ്ടതാണ്. അത്രയും കഠിനാധ്വാനത്തിലൂടെയാണ് സാറ് ഈ മേഖലയിൽ നിന്നെത്തിയത്. സുരഭി ഹാർഡ്വെയർസ്, മാവുങ്കാൽ സുരഭി ഹാർഡ്വെയർസ് മാനേജിങ് പാർട്ട്ണറാണ് ബാലകൃഷ്ണൻ സാറ്. നമുക്ക് സാറോട് തന്നെ ചോദിക്കാം, എന്താണ് ഇതിൻ്റെ ഉള്ളിലെ ഒരു രഹസ്യമെന്ന്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബാലകൃഷ്ണൻ. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് സുരഭി ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ. കഴിഞ്ഞ 26 വർഷമായി ഞാൻ മാവുങ്കാലിൽ ഈ സ്ഥാപനം നടത്തുന്നു. ഞാൻ ഒരു കർഷക കുടുംബത്തിലായിരുന്നു എൻ്റെ ജനനം. 6 മക്കളിൽ 3-മനായാണ് ജനിച്ചത്. അച്ഛൻ കൃഷിപ്പണിക്കാരനായിരുന്നു, അമ്മ വീട് തെറുപ്പം. 10ാം ക്ലാസ് വരെ പഠിച്ചു. ഞാൻ നേരെ ഗ്ലാസ് കട്ടിങ്ങിലായിരുന്നു എൻ്റെ ജോലി. 15 വർഷം വരെ ഞാൻ ഗ്ലാസ് കട്ടിങ്ങുമായി ഒരു ഷോപ്പിൽ ജോലി ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ഒരു ഷോപ്പെന്ന സ്വപ്നത്തിലേക്ക് കടന്നത്. ഇപ്പോൾ 26 വർഷമായി എൻ്റെ ഷോപ്പ് മാവുങ്കാലിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു വീടിൻ്റെ ഇൻറ്റീരിയറിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും എൻ്റെ ഷോപ്പിൽ ഇപ്പോൾ ലഭ്യമാണ്. സർ, ബിസിനസ് രംഗത്തേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നവരോട് സാറിന് കൊടുക്കാനുള്ള നിർദ്ദേശം എന്താണ് സർ? അതായത് കടം കൊടുക്കാതിരിക്കുക. കടം കൊടുത്ത് ബിസിനസ് ചെയ്താൽ അത് മുമ്പിലോട്ട് കൊണ്ടുപോകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. താങ്ക് യു ശ്രീ സുരഭി ബാലകൃഷ്ണൻ.
അതായത് ഇനി ആരും തന്നെ ഇന്നു മുതൽ കടം കൊടുക്കരുത്. അത് ബിസിനസ് രംഗത്തായാലും മറ്റുള്ള രംഗത്തായാലും കടം ഒഴിവാക്കുക, അല്ല സാറേ? താങ്ക് യു സുരഭി ബാലകൃഷ്ണൻ സാറേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഭാഷ സാറിൻ്റെ അടുത്ത് തന്നെ ഒരു സിവിൽ എഞ്ചിനീയർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബിസിനസ്സുകാരനും ഒരു എഞ്ചിനീയറും നമ്മൾ ഈ പരിപാടിയിലൂടെ എന്തെങ്കിലും ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം, അല്ലേ? സാറ് സിവിൽ എഞ്ചിനീയറാണ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ കമ്പനി. ഒരുപാട് തിരക്കിനിടയിലും ഈ കലാപ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി അവാർഡുകൾ, പുരസ്കാരങ്ങൾ സാറിന് ലഭിച്ചതായിട്ട് അറിയാം. ഇപ്പോൾ 2026 ലാസ്റ്റ് മാമുക്കോയ ഫൗണ്ടേഷൻ, ഇൻഡോ ഗൾഫ് മാമുക്കോയ മെമ്മോറിയൽ ഫൗണ്ടേഷൻ സ്പെഷ്യൽ ജൂറി അവാർഡ് വരെ കരസ്ഥമാക്കിയ ഒരു അതുല്യ പ്രതിഭയാണ്. അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം. സാർ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. തത്വമസി കാളി മൂവീസ് ആൻഡ് കാഞ്ഞങ്ങാട് സിറ്റി ചാനൽ വിജയതീരത്ത് എന്ന പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ശ്രീ ചന്ദ്രൻ കാളി അവരുടെ ഞാൻ വളരെയധികം സന്തോഷം അറിയിക്കുകയാണ്. എന്നെക്കുറിച്ച് പറഞ്ഞു, ഞാൻ ഒരു ടെക്നിക്കൽ ഫീൽഡിലാണെങ്കിലും ഞാൻ ജനിച്ച ഒരു ജീവിതമാർഗം വളരെ പ്രയാസത്തിലാണ്. കാരണം എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ കൃഷിപ്പണിക്കാരായിരുന്നു. അച്ഛൻ 13 വയസ്സിൽ മരിച്ചു. ഞങ്ങൾ 5 പേര്, അതിലിളയ അവനായിട്ട് ഞാൻ ഈ രംഗത്ത് ചെറുപ്പം മുതലേ കലയോട് വളരെയധികം ആവേശമുണ്ടായിരുന്നു. പക്ഷേ ആ കലയിലേക്ക് എത്താൻ വേണ്ടി എനിക്ക് സാമ്പത്തിക പ്രയാസം ഒരുപാട് തന്നെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. അങ്ങനെ ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിലും കൂലിപ്പണിയും കൃഷിപ്പണിയൊക്കെ എടുത്ത് കൊണ്ടാണ് പഠിച്ചത്. ആദ്യമായി നാടകങ്ങൾ വളരെ ഇഷ്ടമായിരുന്നു. നാടകങ്ങൾ, ഈ ഒരു നാടകം കണ്ട് കഴിഞ്ഞാൽ ആ പാട്ടോടും വളരെ ഇഷ്ടമാണ്. അപ്പോൾ നാടകം കണ്ടു കഴിഞ്ഞ് തിരിച്ച് വന്ന് വീട്ടിൽ നിന്ന് ഞാൻ കുറിക്കുന്നു, ഈ പാട്ട് കുറിക്കും അതിൻ്റെ നാടകത്തിൻ്റെ. അങ്ങനെ ആ പാട്ട് ഇപ്പോൾ സ്കൂളിലായാലും ലളിതഗാനം എഴുതി രൂപപ്പെടുത്തിക്കൊണ്ട് സ്കൂളിലേക്കെല്ലാം കൊടുത്ത് അങ്ങനെ കുട്ടികൾ പാടി അത് നല്ല ഗാനമാണെന്ന് പറയും. ഞാൻ എഴുതിയ ഗാനം ഒരിക്കലും പറയില്ല, കാരണം എനിക്ക് പേടിയാണ്. കാരണം ഞാൻ എഴുതിയ ഗാനം തെറ്റാണോ, അപ്പോൾ ഇത് പഠിച്ച് പാടി നല്ലതെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഗാനങ്ങൾ തുടങ്ങിയത്. ഏകദേശം ഒരു 10-60ഓളം ഗാനങ്ങൾ, ഭക്തിഗാനമായാലും ലളിതഗാനമായാലും സ്വാഗതഗാനമായാലും എഴുതിയിട്ടുണ്ട്. വിപ്ലവഗാനം അടക്കം എഴുതിയിട്ടുണ്ട്. പിന്നെ നാടകം ജയമാരുതി കലാസമിതിയോടെ അഭിനയിച്ച് പിന്നീട് ഒരു 7ഓളം ചെറിയപ്പോൾ നിലവിൽ ഞാൻ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒരു നാടക ട്രൂപ്പും ഉണ്ട്. അതുകൂടാതെ തന്നെ നാടകം കലയോടും വളരെ ഒരു ഇഷ്ടം തോന്നിയ ഒരാളാണ്. അത് കാരണം എൻ്റെ ഫീൽഡ് സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് അറിയാം, സാറിനൊക്കെ പറയാൻ പറ്റും. കാരണം വളരെ പ്രയാസം, വളരെ ടെൻഷൻ പിടിച്ചൊരു ഫീൽഡാണ്. അപ്പോൾ അതും കൂടി ഈ കലയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ ടെൻഷൻ ഒഴിവാക്കാൻ പറ്റുള്ളൊരു മാർഗം കൂടിയാണ് ഈ കല. അതുകൊണ്ടാണ് കലയോട് കൂടുതൽ നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടെങ്കിൽ കലയിൽ വന്നാൽ ആ ടെൻഷൻ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. എനിക്ക് ഇന്ന് വളർന്നു വരുന്ന നമ്മുടെ വിദ്യാർത്ഥികളോടൊക്കെ പറയാനുള്ളത്, കാരണം കല എന്ന നമ്മൾ കലയിലേക്ക് ഒരു ആകർഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ എല്ലാം നല്ല രീതിയിലേക്ക് നമ്മളെ പെരുമാറ്റം അടക്കം നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു രീതി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഒരു ഷോർട്ട് ഫിലിം, കാരണം എൻ്റെ ഒരു ഷോർട്ട് ഫിലിം ലാസ്റ്റ് എടുത്തൊരു ഷോർട്ട് ഫിലിമുണ്ട് പ്രതിജ്ഞ എന്ന് പറഞ്ഞ്. അത് എൻ്റെ ഒരു അനുഭവമായിരുന്നു. അത് കണ്ടാൽ അറിയാം, ഒരു കുട്ടി ഒരു തെറ്റായ വഴിക്ക് പോയി തിരിച്ച് ഞാൻ കണ്ടു, ആ കുട്ടിയെ നേരിട്ട് കണ്ട് ഇത് അവരോട് തിരുത്താൻ പറഞ്ഞ സമയത്ത് അവർ തിരുത്തി ഇന്ന് ഏറ്റവും നല്ലൊരു പൊസിഷനിലേക്ക് ആ കുട്ടി എത്തിച്ചേർന്നില്ല. അതൊരു കഥയായിട്ട് ഷോർട്ട് ഫിലിമാക്കി ഇറക്കിയതാണ്. അതിന് അവാർഡ് കിട്ടിയിരുന്നു ആ ഷോർട്ട് ഫിലിമിന്. അപ്പം ഈ വളരെ പ്രയാസത്തിലൂടെ വന്ന് ഈ കലയോടുള്ള ആവേശം മൂത്തുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നിട്ടുള്ളത്. സർ നമസ്കാരം. സർ തത്വമസി കാരളി മൂവീസിലേക്ക് സാർ വരാനുള്ളൊരു കാരണം ഒന്ന് വിശദീകരിക്കാമോ? ആൽബം രംഗത്തേക്കും അതേപോലെ ഷോർട്ട് ഫിലിം രംഗത്തേക്കും ഒരുപാട് പ്രചോദനം നൽകി എന്നെ ഈ നിലയിലേക്ക് എത്തിച്ചത് തത്വമസി കാരളി മൂവീസാണ്. അതിനെ പ്രത്യേകം ചുക്കാൻ പിടിച്ചത് എൻ്റെ പ്രിയ
പ്പെട്ട ശ്രീ ചന്ദ്രൻ കാരളിയാണ്. അദ്ദേഹത്തിനാണ് എനിക്ക് അഭിനന്ദനം ഈ അവസരത്തിൽ എന്നെ ഇതുവരെ എത്തിച്ചത്. ഈ നിലയിലേക്ക് ഇവിടേക്ക് എത്തിക്കാൻ കാരണം ശ്രീ ചന്ദ്രൻ കാരളിയാണ്. ഒരുപാട് ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്, നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ ആലാമിക്കളി, കോൽക്കളി ഇതുപോലുള്ള കലാപരിപാടി പങ്കെടുത്തിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ സാധിച്ചു. നമുക്ക് വേണ്ടിയിട്ടൊരു 4 വരി ഏതായാലും കുഴപ്പമില്ല. സാറിനൊന്ന്. ലേലേ മാമ ലേലേ മാമ ലേലേ മാമ ലേലോം ലേല കൊട്ടിച്ചി ലേല കൊട്ടിച്ചി ലേല കൊട്ടിച്ചി ലേലോം ലേലേ മാമ ലേലേ മാമ ലേലേ മാമ ലേലോം. ഞാനും എൻ്റെ കിരിച്ച് നായും ബൈപ്പണിക്ക് പോകുമ്പോൾ കൊല്ലനടുക്കത്ത് കുരനെ കണ്ടു തടുത്ത് വെച്ചേ മാമാം. താങ്ക് യു സർ, താങ്ക് യു. തത്വമസി കാരളിൻ്റെ സ്വന്തം കലാകാരിയായ കലാഭവൻ നന്ദനോടാണ്. നന്ദനക്ക് എന്താണ് പറയാനുള്ളത് സീരിയലിൽ എത്തിയതിനെ കുറിച്ച്? ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇങ്ങനൊരു പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ആങ്കേഴ്സ് പറഞ്ഞ പോലെ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് തത്വമസി മൂവീസിൻ്റെ ഒരു അംഗം കൂടിയാണ്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കാഞ്ഞങ്ങാട് ഉദയംകുന്നാണ് എൻ്റെ സ്വദേശം. ഞാൻ പഠിച്ചതൊക്കെ ഇവിടെ തന്നെയാണ്, നാട്ടിൽ തന്നെയാണ് പഠിച്ചതൊക്കെ. ബേസിക്കലി ഞാൻ ഡാൻസറാണ്. പിന്നെ ഈ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലാഭവൻ എങ്ങനെ വന്നു എന്നുള്ളതായിരിക്കും എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ഡൗട്ട്. ഞാൻ കുറച്ച് 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയ വഴി ഒരു മെസ്സേജ് ഞാനിങ്ങനെ കാണുകയുണ്ടായി. ഇങ്ങനെ കൊച്ചിൻ കലാഭവനിൽ ഡാൻസേഴ്സിനെ ആവശ്യമുണ്ട്, അപ്പോൾ ഇങ്ങനെ ഒരു ഓഡീഷൻ വഴി സെലക്ട് ചെയ്യുകയാണ് എന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ എൻ്റെ ഫോണിൽ വന്ന്, അപ്പം അതുവഴി ഞാനിങ്ങനെ അയച്ചു കൊടുക്കുകയും അങ്ങനെ ഓഡീഷൻ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. ഇപ്പം ഞാൻ 7 വർഷമായിട്ട് കലാഭവൻ്റെ ആർട്ടിസ്റ്റാണ്, ഡാൻസറാണ്. ഇപ്പം ഷൂട്ടിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റാറില്ല. ഇപ്പം ഞാൻ നാട്ടിൽ തന്നെ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്പെക്ടാക്കുലർ ഡാൻസ് സ്റ്റുഡിയോ നമ്മുടെ കാഞ്ഞങ്ങാടും നീലേശ്വരും ചെറുവത്തൂരും ആണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഡാൻസിൻ്റെ ലൈഫിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ 10th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ കലോത്സവ രംഗത്ത് നാടകം, മാർഗംകളി, ഗ്രൂപ്പ് ഡാൻസ് അങ്ങനെ ഒരുപാട് ഐറ്റത്തിൽ പങ്കെടുക്കുകയും സ്റ്റേറ്റ് ലെവലിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ പ്രോഗ്രാംസും ഡാൻസും ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് അച്ഛൻ്റെ ഫോണിലേക്കൊരു കോള് വന്നു. ഇങ്ങനെ ഒരു സീരിയല് നടക്കുന്നുണ്ട്, അപ്പോൾ അതിന് പെട്ടെന്ന് കുറച്ച് ഫോട്ടോസ് അയക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു കോള്. ആ കോള് വിളിച്ചത് വേറെ ആരുമല്ല, ശ്രീജിത്ത് അങ്കിൾ. അങ്ങനെ എന്നെ ഫസ്റ്റ് അഭിനയം ഞാൻ ഇങ്ങനെ ചെറുപ്പം മുതലേ ഇങ്ങനെ ആൽബംസ് ഈ കലാഭവനിൽ എത്തിയതോടെ ആൽബംസ്, ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇങ്ങനൊരു വലിയൊരു സ്ക്രീനിൽ മീൻസ് ഇങ്ങനെ ഇത്രയും ജനങ്ങളുടെ ഇടയിലേക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഇല്ലാത്തതിന് എന്ത് ധൈര്യത്തിൽ സാറ് കാസ്റ്റ് ചെയ്തു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഒരുപാട് സന്തോഷത്തോടെ ഞാൻ ആ ഒരു സീരിയൽ ലൊക്കേഷനിലേക്ക് എത്തുകയും എന്നെ ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് എടുത്തു പറയണമെങ്കിൽ ഒരുപാട് എന്നെ ശരിയാക്കി എടുത്തു. സാറിൻ്റെ വായിലിരിക്കുന്ന തെറി ഫുള്ള് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, അതാണ് സത്യം. പിന്നെ അങ്ങനെ വന്ന് കുറേ വർക്കുകൾ ചെയ്തു. ഇപ്പോൾ റീസെൻ്റ്ലി സൂര്യയിലും ഫ്ലവേഴ്സിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂര്യയിൽ ചട്ടമ്പി പാറു എന്ന് പറഞ്ഞ സീരിയലും പിന്നെ ഫ്ലവേഴ്സിൽ ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്ന സിത്താര എന്ന് പറഞ്ഞ സീരിയലാണ് ഇപ്പോൾ റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം നന്ദന ഇതുവരെ എത്ര സീരിയൽ, എത്ര സിനിമ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം? സിനിമ ഒരുപാട് ചെയ്തിട്ടുണ്ട്. 6-7 സിനിമകൾ റിലീസായി. ഇനിയും ഒരുപാട് സിനിമകൾ റിലീസാവാനുണ്ട്. പിന്നെ എന്നെ ആളുകൾ അറിയാൻ തുടങ്ങിയ ഒരു 3 സിനിമകളേ ഉള്ളൂ. ഒന്ന് ക്രിസ്റ്റീന, ഞാൻ നായികയായി ചെയ്ത സിനിമ. പിന്നെ CID രാമചന്ദ്രൻ റിട്ടയർഡ് ASI കലാഭവൻ ഷാജോൻ ചേട്ടൻ്റെ കൂടെയാണ് അത് ചെയ്തത്. പിന്നെ വെടിക്കെട്ട് ബിബിൻ ചേട്ടൻ്റെ കൂടെയും വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ കൂടെയും ചെയ്ത്.
ഈ 3 പടത്തിലാണ് എന്നെ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയത്. പിന്നെ ചെയ്തത് സീരിയൽ, ഇത് ഇപ്പോൾ സിത്താര 7ാമത്തെ സീരിയലാണ്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് തൂവൽ സ്പർശം ഏഷ്യാനെറ്റിൽ. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമ്മുടെ തത്വമസി കൈരളി മൂവീസ് ആൻഡ് സിറ്റി ചാനൽ വിജയതീരത്ത് എന്ന പരിപാടിയിൽ നമ്മൾ പല മേഖലയിലുള്ള ആൾക്കാരെ, വിശിഷ്ടാതിഥികളെ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. സിനിമ, സീരിയൽ മേഖല, നിയമരംഗത്ത്, ഡിഫൻസ് മേഖല, ബിസിനസ് മേഖല, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മേഖല, ആരോഗ്യരംഗം. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പ്രവാസ ജീവിതത്തിലെ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റി വിദേശത്ത് ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ദീർഘകാലത്തെ പ്രവൃത്തി പരിചയം. ഇപ്പോൾ പെരിയ ഗ്രാമീൺ നിധി ലിമിറ്റഡ് എന്ന ഫൈനാൻസ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. നമുക്ക് സാറോട് തന്നെ ചോദിക്കാം, ഈ പ്രവാസ ജീവിതത്തിലെ എക്സ്പീരിയൻസ് ആണോ ഇവിടെയും ഒരു ഫൈനാൻസ് കമ്പനി തുടങ്ങാനുണ്ടായത്? കൂടുതൽ അനുഭവങ്ങൾ നമുക്ക് സാറിൽ നിന്ന് ചോദിച്ചറിയാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഹരികുമാർ, പെരിയാണ സ്വദേശം. എൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഫിനാൻസാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഫിനാൻസ് എൻ്റെ പ്രവർത്തന മേഖലയാവാൻ കാരണം എൻ്റെ വഴികാട്ടിയായ എൻ്റെ അച്ഛൻ എൻ്റെ ഹെഡ് മാസ്റ്ററും എൻ്റെ കണക്ക് മാഷുമായിരുന്നു ശ്രീ മേലത്ത് ചന്തു നായർ. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ ഫൈനാൻസ് മേഖല തിരഞ്ഞെടുത്തു. പാഠ്യേതര പദ്ധതിയും എല്ലാം ആയിട്ട് 1993 ബികോം ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഞാൻ 1994 പ്രവാസ ജീവിതം സ്റ്റാർട്ട് ചെയ്തു. UAE ദുബായിലേക്കാണ് ആദ്യമായിട്ട് പോയത്. അവിടെ എടുത്തു പറയേണ്ട ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 95 മുതൽ 23 വർഷം ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ ഞാൻ ഒരു കമ്പനിയും മാറാതെ ആ കമ്പനിയിൽ തന്നെ ഞാൻ ഫൈനാൻസ് മേഖലയിലായിരുന്നു. പിന്നെ അവിടുന്ന് ചില സാങ്കേതിക കാരണങ്ങൾ എനിക്ക് ഇവിടേക്ക് തിരിച്ച് എൻ്റെ നാട്ടിലേക്ക് സെറ്റിലാവാൻ വേണ്ടി ഞാൻ അവിടുന്ന് വരുമ്പോൾ ഞാൻ അവിടുത്തെ ഫൈനാൻസ് മാനേജറായിട്ട് അവിടുന്ന് റിട്ടയർ ആയിട്ട് ഞാൻ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിലും എനിക്ക് ഈ പ്രവാസ ജീവിതത്തിലും ഈ ഫൈനാൻസ് മേഖല ഞാൻ ഉപയോഗിക്കുമ്പോഴും ഞാനൊരു ഒരു കലാകാരൻ, ഒരു കലാ സ്നേഹിയാണ്, കലാ ആസ്വാദകനാണ്. അതിൻ്റെ കാര്യം ഞാൻ പറയാം. കാരണം ഈ എൻ്റെ 25 വർഷത്തിലധികമുള്ള പ്രവാസ ജീവിതത്തിൽ 3 വലിയ അസോസിയേഷൻ അതിൻ്റെ ചുക്കാൻ പിടിക്കാൻ എനിക്ക് പറ്റി. അതായത് ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ്, പിന്നെ നീവ, പിന്നെ പെരിയ സൗഹൃദവേദി എന്ന പ്രവാസ സംഘടനയുടെ ആദ്യകാല പ്രാരംഭ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റി. പിന്നെ സംഘടനയുടെ എല്ലാ ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിച്ചു. പിന്നെ നാട്ടിൽ വന്ന ശേഷം ഞാൻ എൻ്റെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന ശേഷം പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. കാരണം ഒരു ദീർഘനാളത്തെ പ്രവാസ ജീവിതത്തിൽ ഒരു കാര്യം മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ, ഫൈനാൻസ്, അക്കൗണ്ടൻസി കാര്യങ്ങൾ, കണക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് എന്ത് ചെയ്യണം, എന്നിരുന്നാലും എനിക്ക് എൻ്റെ കലകളും ബാക്കിയുള്ള എല്ലാ വാസനകളും എനിക്ക് എന്താ പറയേണ്ടത്, അതുകൊണ്ട് ഞാൻ ഒരു സിനിമാ മേഖലയിലേക്ക് കടന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി. എൻ്റെ മകളുടെ പേരിൽ ഹരിചന്ദന ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഒരു സിനിമയും എടുത്തു. അതിന് മുമ്പായിട്ട് ഞാൻ കോ പ്രൊഡക്ഷനിൽ ഞാൻ കോ പ്രൊഡക്ഷൻ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സ്വന്തം ബാനറിൽ ഞാൻ വെൽക്കം ടു പാണ്ടിമല എന്നുള്ള ഒരു സിനിമ ഞാൻ നിർമ്മിച്ചു, അതിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതൊരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ധനമോഹത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല ഇത് ഞാൻ തുടങ്ങിയത്. എൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ആദ്യമായിട്ട് സിനിമ എടുക്കുന്നത് എൻ്റെ നാട്ടുകാരും എൻ്റെ നാടും പുറത്തറിയണം, നാട്ടിൻ്റെ വിശേഷങ്ങളും അതെല്ലാം പുറത്തറിയണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് കഥ കിട്ടിയതിന് ശേഷം ഞാൻ അതിൻ്റെ ഡയറക്ടറും രചയിതാവും എല്ലാം തൃശ്ശൂരും എറണാകുളത്തുനിന്നുള്ള ടീംസാണ്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, ലൊക്കേഷൻ ഒരു കാരണവശാലും എവിടെയും പോകാൻ പാടില്ല, ഗ്രാമാന്തരീക്ഷമാണെങ്കിൽ എൻ്റെ നാട് തന്നെ പ്രിഫർ ചെയ്യണം. അങ്ങനെ കംപ്ലീറ്റ്ലി എൻ്റെ നാട് പെരിയയിൽ വെച്ച് ഷൂട്ട് ചെയ്ത സിനിമയാണ്
വെൽക്കം ടു പാണ്ടിമല. അത് ഞാൻ സാമ്പത്തിക ലാഭമൊന്നും മോഹിച്ചല്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ 32 ദിവസത്തെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഷൂട്ടിങ്ങിൽ 25 പേർക്ക് ഒരു നിത്യ ജോലി കൊടുക്കാൻ സാധിച്ചു. അവരതിൽ ഇൻവോൾവ് ആവാൻ സാധിച്ചു. എൻ്റെ നാട്ടുകാർ എല്ലാ ദിവസവും ഷൂട്ട് കാണാൻ വരും. അവരൊക്കെ എന്താണ് സിനിമ, എങ്ങനെയാണ് ഒരു ഷൂട്ടിംഗ്, എങ്ങനെയാണ് ഇത് അഭ്രപാളിയിലേക്ക് എത്തുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. അതിനുശേഷം പിന്നെയും ഞാൻ എന്ത് ചെയ്യുന്നില്ല ഒരു ഇതിലാണ് ഞാൻ ഫിനാൻസ് രംഗത്ത് വീണ്ടും ചുവട് വെക്കുന്നത്. അതുകൊണ്ട് അതിനുശേഷം ഞാനൊരു നാട്ടിൽ ഒരു ഫിനാൻസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫിനാൻസ് സാമ്പത്തിക ഇത് തുടങ്ങി. അത് ഒരു NBFC ആണ്. NBFC എന്ന് പറഞ്ഞാൽ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി. ഒരു ബാങ്കാണ്, കംപ്ലീറ്റ് ബാങ്ക്. നമ്മൾക്ക് എല്ലാ ബാങ്കിങ് ആക്ടിവിറ്റിയും അതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് ഞാൻ. ഇപ്പോഴും പെരിയയിൽ 3-3.5 വർഷമായിട്ട് പെരിയയിൽ അത് തുടർന്നുകൊണ്ട് പോകുന്നു. സർ, ഈ കലാരംഗത്തേക്ക് കടന്നു വരാൻ കാരണം എന്താണെന്ന് വിശദീകരിക്കണം. സർ, ഈ കലാരംഗത്ത് വരാൻ എനിക്ക് ചെറുപ്പം മുതൽ കലയോടുള്ള അഭിനിവേശവും കല ഇഷ്ടപ്പെടുന്നതും ഒരു വലിയ കലാകാരനായിട്ട് മാറാൻ പറ്റിയില്ല. എന്നാലും ഞാൻ സമയം കിട്ടുമ്പോഴും ഞാൻ ദുബായിൽ നിന്ന് ഞാൻ തബല പഠിക്കാൻ പോയിരുന്നു, തബല പഠിച്ചിരുന്നു. പിന്നെ എൻ്റെ കല എൻ്റെ ആത്മാവിൽ ഉള്ളിലുള്ളതുകൊണ്ട് എനിക്ക് കല എപ്പോഴും വേണമെന്നുള്ള ഇതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സാമ്പത്തികം ഒന്നും നോക്കാതെ സിനിമയിലേക്ക് ചുവട് വെച്ചത്. പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ നാടകത്തിലൊക്കെ അഭിനയിച്ചിരുന്നു. പിന്നെ ഇപ്പോൾ ഫിനാൻസ് സ്ഥാപനമായിട്ട് മുന്നോട്ട് പോകുന്നു പെരിയയിൽ. താങ്ക് യു. തത്വമസി കൈരളി മൂവീസ് ആൻഡ് സിറ്റി ചാനൽ വിജയതീരത്ത് പങ്കെടുത്ത നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. ആദ്യമായിട്ട് സിനിമ സീരിയൽ ഡയറക്ടർ ശ്രീ ശ്രീജിത്ത് പലേരി ആദരവ് നൽകുന്നത് ദീപ ഹോസ്പിറ്റൽ മാനേജർ ശ്രീ മുരളി സാറാണ്. അടുത്തതായി നമ്മുടെ നിയമരംഗത്ത് ക്രിമിനൽ അതുപോലെ തന്നെ സിവിൽ അഡ്വക്കേറ്റ്സ് ശ്രീ പ്രഭാകരൻ സാറാണ്. പ്രഭാകരൻ സാറിനെ ആദരിക്കാൻ സിറ്റി ചാനൽ മാനേജിംഗ് ഡയറക്ടർ ശ്രീ മോഹൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ഉപഹാരം ഏറ്റുവാങ്ങുന്നത് ശ്രീ ഹരികുമാർ ചീവരിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം തത്വമസി ആൻഡ് കൈരളി മൂവീസ് രക്ഷാധികാരി ശ്രീ ചന്ദ്രൻ കാരളിയെ. താങ്ക് യു വെരി മച്ച്. അടുത്ത് നമ്മുടെ തത്വമസി ആൻഡ് കൈരളി മൂവീസിൻ്റെ സ്വന്തം കലാകാരിയാണ് കലാഭവൻ നന്ദന. കലാഭവൻ നന്ദനക്ക് ആദരവ് കൊടുക്കുന്നത് ശ്രീ മുരളിയേട്ടനാണ്, ദീപ ഹോസ്പിറ്റൽ മാനേജർ. താങ്ക് യു വെരി മച്ച്. തത്വമസിയുടെ സ്വന്തം കലാകാരിയും തത്വമസിയുടെ സ്വന്തം ഡോക്ടറുമായ വൃന്ദ വിവേകാണ്. നമുക്ക് ശ്രീ മോഹൻ സാറിനെ ആദരവ് കൊടുക്കാൻ ക്ഷണിക്കാം. താങ്ക് യു. അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങുന്നത് നമ്മുടെ സിവിൽ എഞ്ചിനീയറാണ്, കലാകാരനാണ്, ശ്രീ പവിത്രൻ എഞ്ചിനീയറാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം തത്വമസി കൈരളി മൂവീസ് രക്ഷാധികാരി ചന്ദ്രൻ സാറിനെ ഈ മൊമെൻറ്റോ കൈമാറാൻ വേണ്ടിയിട്ട്. താങ്ക് യു. മാവുങ്കാൽ സുരഭി ഹാർഡ്വെയർസ് മാനേജിംഗ് പാർട്ട്ണർ ശ്രീ സുരഭി ബാലകൃഷ്ണൻ. നമുക്ക് സ്വാഗതം ചെയ്യാം സിറ്റി ചാനൽ മാനേജിംഗ് ഡയറക്ടർ ശ്രീ മോഹൻ സാറിനെ മൊമെൻ്റ് കൈമാറാൻ വേണ്ടി. താങ്ക് യു വെരി മച്ച്. അടുത്തതായി ഡിഫൻസ് മേഖലയിൽ ദീർഘകാലത്തെ സേവനം പൂർത്തിയാക്കിയ ശ്രീ പ്രകാശ് എടച്ചേരി സാറാണ്. സാറിന് സ്നേഹാദരം നൽകുന്നത് ഇതേപോലെ തന്നെ നമ്മുടെ ഡിഫൻസ് മേഖലയിൽ ഒരുപാട് വർഷത്തെ
സർവീസിന് ശേഷം പിരിഞ്ഞു വന്ന നമ്മുടെ ദീപ ഹോസ്പിറ്റൽ മാനേജറായ ശ്രീ മുരളി പലേരിയാണ്. സ്വാഗതം ചെയ്യുന്നു രണ്ടുപേരെയും. തത്വമസി കാരളി മൂവീസ് ആൻഡ് സിറ്റി ചാനൽ വിജയതീരത്ത് എന്നീ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ വേദിയുടെ മുമ്പിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും തത്വമസി കാരളി മൂവീസ് ആൻഡ് സിറ്റി ചാനലിൻ്റെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ നേർന്നു. നന്ദി, നമസ്കാരം.